പാലക്കാട് ധോണി മായപുരത്ത് കാട്ടാനപ്പേടിക്കൊപ്പം പുലിയുടെ സാന്നിധ്യവും. മായപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെ കൂട് തകർത്ത് കോഴിയെ പിടിച്ചു. വീടിന് പുറത്തേക്കിറങ്ങാൻ ആശങ്കയെന്ന് ധോണി നിവാസികൾ പറയുന്നു. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മായപുരത്ത് ജയശ്രീ എന്ന അവരുടെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലിയെത്തി അവരുടെ കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ഈ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. ഈ കൂട്ടിൽ നിന്ന് കോഴിയെ പിടികൂടിയ ശേഷം ഇതിലൂടെ ഈ പുലി കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഈ CCTV ദൃശ്യമടക്കം പുറത്തു വരുമ്പോൾ അതിന് അല്പം കൂടി സ്ഥിരീകരണമാവുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളൊക്കെ അതിൻ്റെ പേരിൽ വലിയ ആശങ്കയിലുമാണ്. നമുക്ക് എന്തായാലും ജയശ്രീയോട് തന്നെ സംസാരിക്കാം. ഇന്നിപ്പോൾ നിങ്ങളെ ഈ ദൃശ്യം വന്നതുകൊണ്ട് പുലിയാണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയാണ്, അല്ലെങ്കിൽ അത് സമ്മതിക്കില്ലായിരുന്നു? ഞങ്ങൾക്ക് അറിയായിരുന്നു. ഒരു മാസം മുന്നേ തൊട്ടടുത്ത വീട്ടിലെ മോനേട്ടൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ സോളമൻ്റെ വീട്ടിൽ നിന്നും പട്ടിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ പട്ടിക്കുട്ടിയുടെ കരച്ചിൽ ഞങ്ങളുടെ CCTVയിൽ വന്നിരുന്നു മോനേട്ടൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ. പക്ഷേ ഇന്ന് രാവിലെ ഒരു 12:30 നമ്മുടെ വീട്ടിലത്തെ കോഴിക്കൂട് വല വലിച്ചു പൊളിച്ച് വലിയൊരു പുലി മുട്ടയിടുന്ന കോഴിയെ കടിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. അതിന് വനം വകുപ്പും പഞ്ചായത്ത് വകുപ്പും കൂടി സഹകരിച്ച് ഇവിടെ ആന ധാരാളം വരുന്നുണ്ട്, പുലി, കാട്ടുപന്നി, അങ്ങനെ എല്ലാവിധ മൃഗങ്ങളും ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങുന്നതാണല്ലേ? തൊട്ടടുത്ത ലീഡ്സ് കോളേജ് ഉള്ളതുകൊണ്ട് പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. രാത്രി ഒരു 12:30 ആകുമ്പോഴൊക്കെ വാതിലടയ്ക്കാൻ നേരം ചില 1-2 ആൾക്കാർ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതും കാണാം. ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണെന്നറിയില്ല. ഇപ്പോൾ ആനയുണ്ട്, പന്നിയുണ്ട്, മ്ലാവുണ്ട്, ഇങ്ങനെ ഇപ്പോൾ പുലി ഉണ്ടെന്ന് കൺഫേം ആയി. ഇതിനു മുമ്പ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ കാൽപ്പാടൊക്കെ കാണും. ഇപ്പോൾ പുലിയുടെ പ്രിൻ്റൊക്കെ കാണുന്നതാണ്. അപ്പോൾ പുലിയാണോ എന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. ഇപ്പം എന്തായാലും ഉറപ്പായി. അത് എന്തെങ്കിലുമൊക്കെ അധികാരികൾ ചെയ്യേണ്ട ഇതാണ്. ഇവിടെ ഓൾറെഡി തന്നെ ഈ കാട്ടാനയുടെ ശല്യം ആവോളുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പുലി കൂടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ധോണി നിവാസിയായിട്ടുള്ള ഒരാളോട് നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുലി ഇപ്പോൾ ഒരു എന്താ പറയുക, അതിന് മുമ്പ് കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ പുലി കൂടി വരികയാണ്. അല്ല, ഇത് പുലി ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഈ വീട്ടിൽ നമ്മുടെ ഈ പരിസരത്ത് ഇപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ CC ക്യാമറ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടു എന്നുള്ളൂ. അപ്പോൾ ഈ പുലി കടന്നു പോയത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഈ കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ പിടികൂടുന്നു. ഇതിലൂടെ എങ്ങനെ പോവാണ് ചെയ്തത്. ഇതൊരു കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമാണ്. ഇതിവിടെ വൃത്തിയാക്കാതെ, അതായത് കാട് വെട്ടിത്തെളിച്ചത് വൃത്തിയാക്കാതെ ഇതിനകത്ത് നിന്ന് ഈ വന്യമൃഗ ശല്യം ഒഴിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യവും അത് തന്നെയാണ്. എത്രയും വേഗത്തിൽ ആ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. എന്തായാലും പുലി ഭീതി ആവോളം, അതായത് ആനപ്പേടി ആവോളുള്ള ധോണിയിലേക്ക് ഇപ്പോൾ പുലിപ്പേടി കൂടി വന്നിരിക്കുകയാണ്. രാജീവ് സുദേവനൊപ്പം ധോണിയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.